ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കിടിലമായ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ. നമുക്ക് നൊടിയിടയിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മുടെ ഈ ഈവനിങ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 6-7 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. കൂടാതെ പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഇഞ്ചിയുടെ ചെറിയ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു 3/4 ബൗളോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇതിലോട്ട് ഇനി നമ്മൾ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. പുളി കുറവുള്ള തൈര് ഒരു 1/2 ബൗൾ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട്. ഞാനിവിടെ നാടൻ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പക്കാര കേട്ടോ. ഞാൻ ഇച്ചിരി അപ്പക്കാരവും ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി നമ്മളിതിലോട്ട് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ മാവ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഉപയോഗിച്ച് നമ്മൾ ഈ മാവ് തയ്യാറാക്കരുത്. ഇച്ചിരി ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ചാണ് കേട്ടോ. നമ്മൾ ഇതേ രീതിയിലൊക്കെ ഈ സ്നാക്ക് തയ്യാറാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കാണുന്ന ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മാവ് നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ രീതിയിൽ മാവ് തയ്യാറാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും തിക്കായിട്ട് തയ്യാറാക്കാം കേട്ടോ. തിക്കായിട്ട് തയ്യാറാക്കി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി ലൂസാക്കിയിട്ടാണ് മാവ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഒരു കടായി ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതേ രീതിയിൽ ഒരു കുഞ്ഞു സ്പൂണായിട്ട് നമുക്കിതിൽ കോരി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ മാവൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 2 വശവും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നത് കൂടെയാണ് കേട്ടോ. ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൂട്ടും മറുവശവും അതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്നാക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് സ്നാക്കൊക്കെ തയ്യാറാക്കി നമുക്കൊരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ചട്നിയും കൂട്ടിയൊക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള മാവ് വെച്ച് നമുക്ക് ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. ഈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള സ്നാക്കും കൂടെ തയ്യാറാക്കി എടുക്കുകയാണ്. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായ നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിൽ തയ്യാറാക്കി നോക്കൂട്ടോ. ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.